സവാരി ഗിരഗിരേ. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ബാബുരാജ് അവതരിപ്പിച്ച കഥാപാത്രം എത്ര വർഷം മിസ്റ്റർ പോഞ്ഞിക്കരയായിരുന്നു എന്നാണ് മായാമോഹിനിയോട് പറയുന്നത്? എ 5, ബി 8, സി 10 വർഷം. ബാബുരാജിന്റെ കഥാപാത്രം എത്ര വർഷം മിസ്റ്റർ പോഞ്ഞിക്കരയായിരുന്നു എന്നാണ് മായാമോഹിനിയോട് പറയുന്നത്? ഇത്രയേ ഉള്ളൂ. എ 5, ബി 8, സി 10. ഞാൻ കറക്കി കുത്തിയ ചിലപ്പോ പോയാലോ? കുത്തെന്ന് ചുമ്മാ കുത്ത്. അയ്യപ്പൻ കൂടെ ഉണ്ട്. 10. ഞാൻ 10 എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. അയ്യപ്പണ്ണന് സുഖമാണല്ലേ? എന്നെ കളിയാക്കാറുണ്ട് ചിലവര്. എന്താ തെങ്ങ് കയറ്റക്കാർ അയ്യപ്പണ്ണനാണോ? അല്ല, എനിക്കൊരു അയ്യപ്പണ്ണനെ അറിയാം. ഇനി അതാണോന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല. ആ, പുള്ളിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പുള്ളി ആള് വളരെ ഹെൽത്തിയാണ്. ഒരു കാല് മാത്രം അല്ല, ഇഷ്ടമാണെങ്കിൽ കെട്ടിയാൽ മതി. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കാലിന് ഇത്തിരി സ്വാധീന കുറവുണ്ട്. പക്ഷെ അയ്യപ്പനെ ഭയങ്കര വിശ്വാസിയാണ് ഒരു കാലിന്. പിന്നെ ചെറിയൊരു സംഭവം, ചെവി. കുറച്ചുകൂടെ കഴിഞ്ഞാ ഇനി അടുത്ത സംസാരിക്കും പക്ഷെ വിക്ക. എന്താ പ്രശ്നം? എന്താ? നല്ല ആരോഗ്യമാണ്. കാലിന് ഇത്ര ഇതാണെന്നുണ്ടെങ്കിലും പുള്ളി 100 കിലോമീറ്റർ സ്പീഡിൽ ഓടും. ആ, നോക്കട്ടെ. വേണ്ട, അയ്യപ്പണ്ണനെ വേണ്ട. എന്റെ അമ്മേ, ഇത്രയും നേരം അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് അയ്യപ്പണ്ണനെ വേണ്ടെന്ന്. അനശ്വര, സി 10 ദീപ പൂട്ടിയിട്ടിരിക്കുന്നത്. ശരിയാണോ? ആയിരിക്കാം. പക്ഷേ സി 10 എന്നുള്ളത് പോയോ? അയ്യപ്പണ്ണനോട് പോയോ? ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. നരയൊക്കെ മാറ്റി മീശ വെച്ചാൽ ഹൃതിക് റോഷനെ പോലാകും. ഈ ഡയലോഗ് മോഹിനി ആരോടാണ് പറയുന്നത്? എ ബിജു മേനോനോട്, ബി ബാബുരാജിനോട്, സി ഷാജോണിനോട്. ആരോടാണ് ഈ ഡയലോഗ് പറയുന്നത്? അനശ്വര വേണമെങ്കിൽ ഉത്തരം പറഞ്ഞു കൊടുക്കാം. മായാമോഹിനി പറയുന്ന പോലെ നരയൊക്കെ മാറ്റി മീശ വെച്ചാൽ ഹൃതിക് റോഷനെ പോലാകും എന്നൊന്ന് പറഞ്ഞു. എനിക്ക് നല്ല എക്സ്പ്രഷനോട് കൂടി ഒന്ന് പറഞ്ഞു. ഈ നരയൊക്കെ മാറ്റി ഒന്ന് മീശ വെച്ച ഹൃതിക് റോഷനെ പോലെ. ആഹാ, എന്റെ ജന്മം സഫലമായി. പക്ഷെ മീശ ഹൃതിക് റോഷൻ ഇല്ലല്ലോ. അതെ, ദീപയ്ക്ക് മീശ വെച്ച ആളിനെയാണോ ഇഷ്ടം അതോ മീശ ഇല്ലാത്ത ആളിനെയാണോ? മീശ വെച്ച ആളിനെ ഇഷ്ടം. അവിടോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. മീശ ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനുള്ള പ്രായമായില്ലല്ലേ? അതുകൊണ്ടല്ല, എന്തിനാ മീശ ഉണ്ടായില്ലെങ്കിൽ ഇപ്പൊ എന്താ മീശയില്ലാത്ത ആൺകുട്ടികൾക്ക് ജീവിക്കണ്ടേ? അല്ല, മീശ ഉണ്ടെങ്കിൽ ഒരു അസ്വസ്ഥതയില്ലേ? അതെനിക്കറിയില്ല, അത് ആൺകുട്ടിയോട് വയ്ക്കണം. കാരണം എപ്പോഴും മീശ കട്ട് ചെയ്യണം, ഇത് വയ്ക്കണം, പിന്നെ പ്രായമായി കഴിഞ്ഞാൽ ഡൈ ചെയ്യണം, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പൊ മീശയും മുടിയില്ലെന്നുണ്ടെങ്കിൽ എന്ത് സുഖമാണ്, കുളിക്കാനൊക്കെ എന്ത് സുഖമാണ്. കാരണം ചുമ്മാ ഷവർ എടുക്കുക, നേരെ തിരിച്ചു വരിക. ഇത് തലയിൽ ഷാമ്പു ചെയ്യണം, തലയിൽ ഡൈ ചെയ്യണം, മീശ ഡൈ ചെയ്യണം, തലമുടി വെട്ടണം. ഇതാണ് കാലത്ത് എണ്ണീറ്റ് ഡിം എന്ന് പറഞ്ഞ് നമുക്ക് ഓഫീസിലോ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിനോ പോവാം. അപ്പം എ ബിജു മേനോൻ, ബി ബാബുരാജ്, സി ഷാജോൺ. ഡൗട്ടുണ്ട്, ഷാജോൺ ആണോന്ന് ഡൗട്ടുണ്ട്. പക്ഷെ എനിക്ക് അനശ്വരയോട് ചോദിക്കും. അനശ്വര കുട്ടി ഹെൽപ്പ് ചെയ്യൂ. ബാബുരാജിനോടാണ് ഞാൻ പറഞ്ഞില്ലേ. അനശ്വര ഈ പഠിക്കുന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, പടം കാണുകയാണ്. ബി ബാബുരാജിനോട്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അനശ്വര കുട്ടി. അപ്പം ഒരു കുസൃതി ചോദ്യം. ഓക്കെ, മാനത്ത് കാണുന്ന മറ്റൊരു മാനം. മാനത്ത് കാണുന്ന മറ്റൊരു മാനം. നമ്മളെ മേഘങ്ങളൊക്കെ ഉണ്ടല്ലോ, വിമാനം. ഞാൻ മാറ്റാനൊന്ന് ശ്രമിക്കാൻ പോയപ്പോ അതിനിടെ പറഞ്ഞു കളഞ്ഞു.
സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കും. സംഗീതയെ രഹസ്യമായി സ്നേഹിക്കുന്നു എന്ന് മോഹിനി പറയുന്ന ചെറുക്കന്റെ പേര് എന്താണ്? എ അരുൺ, ബി രാഹുൽ, സി അജിത്ത്. കൺഫ്യൂഷൻ തീർക്കണം അജിത്ത്. അനശ്വരടുത്ത് ചോദിക്കാം. അനശ്വര ഈ സിനിമയെല്ലാം റെഡി ആയിട്ട് കണ്ടിട്ടിരിക്കുക. അജിത്താണെന്ന് തോന്നുന്നു. ഇല്ല, ഈ സിനിമ ഞാൻ കുറച്ച് ദിവസം മുന്നേ കണ്ടത്. അനശ്വര പറഞ്ഞു തരുമോ? എ അരുൺ, ബി രാഹുൽ, സി അജിത്ത്. അതിൽ ദിലീപേട്ടന്റെ ക്യാരക്ടർ അരുൺ. അരുൺ ഉം, ഉം. അരുൺ എന്നാണല്ലോ പറഞ്ഞ. അരുൺ. അതെ അതെ. എ അരുൺ. നിങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു, ഞാൻ എടുത്തിട്ട് ഡബിൾ പൂട്ട് പൂട്ടി. അപ്പം എ അരുണാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. ഓക്കെ, അരുൺ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. അപ്പൊ ദീപ, അദ്ദേഹം പറഞ്ഞു, ആര്, നമ്മുടെ കൊച്ചുകുട്ടി പറഞ്ഞു കുറച്ച് കുക്കിംഗ് ഒക്കെ അറിയാന്ന് പറഞ്ഞു. ദീപയ്ക്കോ? വലുതായിട്ടൊന്നും അറിയത്തില്ല, ആ, എന്നാലും ചെറുതായിട്ടൊക്കെ. ആ, എന്തറിയാം? നീ ചായ ഉണ്ടാക്കാൻ, ബാക്കിയെല്ലാം പക്ഷെ യൂട്യൂബ് വഴിയായിരിക്കും. ആ, അല്ല, അത് മതി. മതി, അത്രേ ഉള്ളൂ. പപ്പടം കാച്ചാൻ അറിയോ? അറിയാം. എങ്ങനെയാണ്? അതിനകത്ത് ഇട്ടാ പോരെ അതിന്. ഏതിനകത്തോട്ട്? ഓയിലിനകത്ത്. ഓയിലോ? ആ, എന്തോ കരി ഓയിലോ? പിന്നെ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ. വെളിച്ചെണ്ണ. ഒന്ന് അനശ്വര ഒന്ന് കൈയടിച്ച്. കാരണം ഇത്രയും വിവരമുള്ള ഒരാളിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ? പപ്പടം ഉണ്ടാക്കാൻ അറിയാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യനും അറിഞ്ഞൂടാത്ത ഒരു കാര്യമാണ് ദീപയ്ക്ക്. പിന്നാണ് ഒരു പയ്യന് വന്ന് കെട്ടാൻ മടി. വന്ന് കെട്ടിക്കഴിഞ്ഞാൽ ചായ, അത് കൃത്യമായിട്ട് ചായ കൊണ്ട് കൊടുക്കും. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ പപ്പടം തിന്ന് ജീവിക്കാം.